സസ്പെൻസ്. റൊണാൾഡേ എടാ ഇറക്കാ വന്ന് ചായ നീ ചൂടാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലായിരിക്കും. അല്ല ചായ എടുത്തിട്ട് 1 മണിക്കൂറായി. എന്താ ഉണ്ടാക്കി ചേച്ചി രാവിലെ? നല്ല ഒന്നാന്തരം ഉപ്പുമാവ് നുറുക്ക് ഗോതമ്പിന്റെ. അയ്യോ എന്തേടി? ഞാൻ ഈ ചോദ്യം ചോദിക്കാനേ പാടില്ലായിരുന്നു, എന്റെ തെറ്റായിപ്പോയി. എന്തിയേ? ഇവിടെ 365 ദിവസം ഉപ്പുമാവാണല്ലോ. അയ്യേ 2 ആഴ്ചക്ക് ശേഷം ഇന്നാ ഉണ്ടാക്കിയത്. അതുകൊണ്ട് 2 ആഴ്ചയായിട്ട് ഇവിടെ ഒന്നും വെക്കുന്നില്ലായിരുന്നല്ലോ ചേച്ചി, തിരക്കായതുകൊണ്ട്. പൊടിയണ്ട അവിടെ ചായ കുടിക്കാൻ വന്നില്ലേ? ചായ കുടിക്കാനായിട്ട് പിന്നെ മതിന്ന് പറഞ്ഞു. ഉപ്പുമാവ് കഴിച്ചാ? ഇപ്പൊ പ്രതിഷേധമൊക്കെ മറിയോ? ഭയങ്കര പ്രതിഷേധമായിരുന്നല്ലോ. അത് പക്ഷേ ആദ്യത്തെ ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രം കഴിക്കേണ്ടി ഡ്യൂട്ടി, വേറെ ബന്ധമൊന്നുമില്ല. പാവം എന്റെ റൊണാൾഡോ ചേട്ടനും ക്ലീറ്റോ ചേട്ടനും. അയ്യോടാ പാവം. ഇതാണ് ചോറ് ഇവിടെ കൂറ അവിടെ എന്ന് പറയണത്. നീ എന്തേ പോന്നെ? ചേച്ചി മാവേലി സ്റ്റോറിൽ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന്. അയ്യോ എനിക്ക് വേണമായിരുന്നു. വേണോ? എനിക്കും വേണം. പോണം. പോവാന്നെങ്കിൽ പോകാം. എപ്പോ പോവും? നമുക്ക് ഇപ്പൊ തന്നെ പോകാം. എനിക്ക് ആ മിനി എന്ന് പറഞ്ഞ പെണ്ണ് 2-3 പ്രാവശ്യം വിളിച്ചോണ്ടിരിക്കുന്നു പാർട്ടി ഓഫീസിൽ ചെല്ലണോന്ന്. ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ വരെ പോയിട്ട് വരാം. ഒന്നല്ലേ ചായ കുടിക്കണർക്കാ. ചായ കുടിക്കാൻ പറ്റേ? ഞാൻ അവിടെ നിന്ന് കേട്ട് ചോറ് ഇവിടെ കൂറ ഇവിടെ കറക്റ്റാണ്. ഞങ്ങൾ കുളങ്ങാളക്കാർ കുടുംബക്കാരായിട്ട് മൊത്തത്തിൽ ഡിഡിറ്റ് കീ ചെയ്യും. അയ്യോ എന്നിട്ട് അച്ചാച്ചൻ ചേച്ചിനെ ഇടക്കിടക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നല്ലോ. അയ്യോ അത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല. ഞം അകത്തോട്ട് പോണത് മുടങ്ങാതിരിക്കാൻ. 1 പെര 3-4 മതില് 3-4 ഭിത്തി, അതിനുള്ളിൽ താമസിക്കുമ്പോ അങ്ങനെ എന്റെ ആഹാരം നിന്റെ ആഹാരം ഒന്നുമില്ല. ഫോൺ അടിക്കുന്നു. ഈ പൻസാർ മെമ്പർ എന്നുള്ള പേരൊക്കെ മാറ്റി പൻസാർ നിൽക്കിയതൊക്കെ കേട്ടല്ലേ? അത് വിട്. നിങ്ങളിങ്ങോട്ട് വാന്ന്. മറ്റമ്മ ഒരു കാര്യം ഇപ്പൊ മെമ്പർ സ്ഥാനം പോയപ്പോഴത്തേന് പാർട്ടിയുടെ കാര്യത്തിനകത്തുള്ള ചൂട് പോയോ? ഞാൻ നോട്ടീസൊക്കെ എടുത്ത് ഇവിടെ റെഡിയായി നിൽക്കുന്നു. എപ്പോഴേ റെഡിയായി നിൽക്കണ? കുളിച്ചാ? അൻസാർക്ക് അത് അറിയാനല്ലേ 1 മണിക്കൂർ എടുക്കും. കൂടുതൽ ധൃതി വെക്കേണ്ട കാര്യമില്ല, വെതിയെ മതി. പോണം. എന്ത് പറ? നിന്റെ കാണിക്കൽ കണ്ടാ തോന്നും ഈ കേരളത്തിൽ ആകെയുള്ള തിരക്കുള്ള ഒരു രാഷ്ട്രീയക്കാരൻ ഇവനാന്ന്. നിന്നെക്കാളും തിരക്കുണ്ട് എനിക്ക്. എന്ത് തിരക്ക്? എനിക്ക് 3 മണിക്ക് അവിടെ മീറ്റിംഗ് ഉള്ളതാ, ഞങ്ങള് പാർട്ടി മെമ്പേഴ്സ് ഒക്കെ. അതിന് മുന്നേ മാവേലി സ്റ്റോറിൽ പോയിട്ട് വരണം. പാർട്ടി സ്ഥാനങ്ങൾ വരുമ്പോ അങ്ങനെ തിരക്ക്, പ്രസംഗം, ഉദ്ഘാടനം, അങ്ങനെ പല പരിപാടികളും വരും. ഇതൊക്കെ ചെയ്തോണ്ട് ജാട എന്റെ മുമ്പിൽ കാണിക്കണ്ട. ഞാൻ ജാട കാണിച്ചില്ലല്ലോ. നിന്റെ നിപ്പിൽ തന്നെ ഉണ്ട് ജാട. ഉണ്ട്. എന്റെ മച്ചമ്പി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതാ കുളിക്കാതെ നനയ്ക്കാതെ നിക്കണത് മച്ചമ്പിയെ. കുളിച്ചാലാം. അതെ, എത്ര നാള് വരെ ഈ മെമ്പർ സ്ഥാനം ഉണ്ടാവുമെന്ന് അറിയാം. രാജി വെപ്പിക്കാനുള്ള ചരടുപരികൾ നടക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ വെപ്പിക്കാൻ ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ഓർക്കണ്ടടി, ഈ തിരക്ക് എനിക്ക് എല്ലാം കൂടി ഒന്നും പറ്റൂല. രാജി വെച്ചാലോന്ന് ആലോചിക്കും. രാജി വെക്കാനെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നാ RDP പെട്രോൾ ഒഴിച്ച് കത്തിക്കും. എന്തിന്? അവര് കുറെ കഷ്ടപ്പെട്ട് രാത്രി മുതൽ പോസ്റ്റ് ഒട്ടിച്ചാ പെട്ടുമ്പോഴാ നിങ്ങളെ അങ്ങോട്ട് ജയിപ്പിച്ചെടുത്തത്. അല്ല നിങ്ങളെ മുന്നേ കണ്ടിട്ടാണോ? പിന്നെ ആട് നിൽക്കുവോ? പിന്നെ രാജി വെക്കണ്ടല്ലേ? പക്ഷെ രാജി വെച്ചില്ല വേറെ പ്രശ്നമുണ്ട്. വീട്ടമ്മ ഡൈവേഴ്സിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് ഞാൻ അതിനു മുമ്പേ ആലോചിക്കുന്നുണ്ട്. എനിക്കാ പണിയാവും. അപ്പഴേ ഞാൻ കുളിക്കാൻ കയറി പറഞ്ഞേ. കുളിച്ചു കഴിഞ്ഞു എനിച്ചല്ലടി, എനിക്ക് കറി വെച്ചിട്ട് വേണം പോകാൻ. എന്ത് പറയാനാ ചെന്നിട്ട്? റെഡിയാവാന്ന് വല്ലതും പറ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം നോക്കുവാന്ന് പറ. റെഡിയായി നിൽക്കുക, നോട്ടീസ് കൊടുത്ത് കൈ പിടിച്ച് നിൽക്കുവാന്ന് പറഞ്ഞാനാ. കുളിച്ചൊരുങ്ങാൻ സമയം പോവും. കാക്കക്കുള്ളി വിളിക്കാം. അല്ലെങ്കിൽ എപ്പോഴും അവനുള്ളതാ റെഡിയാന്ന് പറഞ്ഞ് വിളിക്കും. എന്നിട്ട് ഇവിടെ വന്ന് കാത്തി കിടക്കണം. ഇത് എപ്പോഴത്തെ പോലെ റെഡിയായി എന്തോ സാധനം എടുത്തോണ്ടിരിക്കുക. എല്ലാരും ഉണ്ടല്ലേ? പാർട്ടിയുടെ കുറച്ച് പരിപാടി കാണാൻ സാറേ. ക്ലീറ്റോ ഇവിടെ ഇല്ലല്ലോ, ഒരുപാട് കാര്യങ്ങൾ ഏൽപ്പിച്ചാട്ടാ പോയേക്കുന്നത്. എവിടെ കല്യാണം എന്ന് പറഞ്ഞ് പോയത്? അത് മലബാറില്. മലബാർ തന്നെ?
അല്ല അവൻ കന്യാകുമാരി കാസർഗോഡ് പോകുന്ന മോനാ അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. അല്ലല്ല, ഇത് ഞങ്ങളുടെ മലബാറിലെ നേതാവുണ്ടല്ലോ, പപ്പൻ പാപ്പനശ്ശേരി, അയാളുടെ മോളുടെ കല്യാണം. അല്ലെങ്കിലും മുത്തുലക്ഷ്മിക്ക് എന്തോ പനിയാന്ന് പറഞ്ഞു കേട്ടല്ലോ, എങ്ങനെയുണ്ട് നടരാജ? മുത്തുലക്ഷ്മിക്ക് എങ്ങനെയുണ്ടെന്ന്? നടരാജ നിന്റെ അടുത്താണ് ചോദിച്ചോ, പറ. അത് നടരാൻ മിണ്ടൂലേ? മിണ്ടത്തില്ലേ? അത് സംഭവം എന്താന്ന് പറയാമോ, തങ്ക ആടിപ്പിയുടെ മെമ്പർ ആയപ്പോഴേ അന്നേരത്തെ ദേഷ്യത്തിന് ക്ലീറ്റോ പറഞ്ഞതാ തങ്കത്തിനോട് ആരും മിണ്ടണ്ടാന്ന്. പുള്ളി ഇപ്പോഴും അത് വിട്ടിട്ടില്ല. അത് കഴിഞ്ഞില്ലേ, ഇനി മിണ്ടാം. ഓ അതാണ് കാര്യം. അപ്പൊ ശരി. എടാ റൊണാൾഡേ, ഓ എന്താ വരുന്നത്? രണ്ട് ഫോൺ കോൾ ഉണ്ടായിരുന്നു, പറക്കിയെടുത്ത്. എത്ര നേരമായിട്ട് ഇവിടെ കാത്തിരിക്കുന്നവരെ. ഇതല്ലേ? ഇത് തന്നെ. ഇതെന്തോടെ ഇതിനകത്ത് ആടിപ്പിയുടെ നോട്ടീസ് ഇരിക്കുന്നത്? അങ്ങനെ വേണ്ട, നീ ആടിപ്പിച്ചായിരുന്നു. ഇത് ഞങ്ങളുടെ അടിപിടി. രണ്ട് ഒരു വീട്ടിലുള്ളതല്ലേ? നമ്മുടെ അല്ലേ, നമ്മുടെ എന്തിപ്പോ അതങ്ങനെ താഴ്ത്തോട്ടിട്ടത്? ആദിപ്പയുടെ ഒരു സാധനം കൈ കൊണ്ട് തുടത്തില്ല. ആണോ? രാവിലത്തെ ഉപ്പുമാവ് എങ്ങനെ ഉണ്ടായിടാ? നല്ലായിരുന്നു, പഴം, കുഴപ്പമില്ലായിരുന്നു, മുട്ട പുഴുങ്ങിയത് സൂപ്പർ. ആണോ? അപ്പൊ വിഴുങ്ങുന്നതിന് കുഴപ്പമില്ല, ഇത് തൊടുന്നതിനേ കുഴപ്പമുള്ളൂ അല്ലേ? അത് ഞങ്ങൾ പാർട്ടി പീഡനത്തിൽ തീരുമാനിച്ച കാര്യം. അത് അയ്യേ അയ്യേ. എന്തായാലും ഒരു കാര്യം ചെയ്യും, എനിക്ക് തമ്പാനൂർ വരെ ഒന്ന് പോകണം. അപ്പൊ നിങ്ങൾ രണ്ടുപേരുടെ തിരുമല പോയി ഇതെല്ലാം ഒന്ന് വിതരണം ചെയ്യും. തിരുമല പോയി വിതരണം ചെയ്യാം. ആ, അത് കഴിഞ്ഞിട്ട് നേരെ പാർട്ടി ഓഫീസിൽ പോകണം. ഇന്നലത്തെ മഴയിൽ കുറെ അളവ് ഇരിപ്പുണ്ട്, അതൊക്കെ ഒന്ന് ശരിയാക്കണം. ചെയ്യാം. ഇല്ലെങ്കിൽ അത് അതിനകത്ത് കയറാൻ പറ്റത്തില്ല ഇപ്പം. ഞങ്ങളുടെ പാർട്ടി ഓഫീസിലേ AC ചെറിയ കംപ്ലൈന്റ് ഉണ്ട്, അപ്പൊ നന്നാക്കാൻ ഇലക്ട്രീഷ്യൻ ആരെങ്കിലും കിട്ടുമോടാ? ഇതിപ്പോ ഇവിടെ പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന ആൻസർക്ക. നിങ്ങളുടെ നേതാവിന്റെ കസേരയുടെ കാലോട് കയറി ഞാനിവിടെ പറഞ്ഞില്ലല്ലോ. അത് തന്നെ, കറണ്ട് ചാർജ് അടയ്ക്കാത്ത ലൈമാൻ വന്ന് പാർട്ടി ഓഫീസിലെ ഫ്യൂസ് കട്ട് ചെയ്തു. അത് ഇവിടെ ആരെങ്കിലും പറഞ്ഞു? ഇതിപ്പോ ലോകം മൊത്തം അറിഞ്ഞില്ലേ. എന്തുകൂടെ നിങ്ങൾ ഈ മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ് നാറ്റിക്കും നിങ്ങള്. ഞങ്ങൾക്ക് കറങ്ങണ കസേരയാ ഞങ്ങളുടെ ഓഫീസിൽ. ഇടിടി പാർട്ടി സിന്ദാബാദ്, ഇടിടി പാർട്ടി സിന്ദാബാദ്, ആദിപി പാർട്ടി മൂർദാബാദ്. എന്തെന്ന് മൂർദാബാദ് ഇതൊക്കെ അർത്ഥം അറിഞ്ഞിട്ടൊക്കെ തന്നെയാ പറഞ്ഞത്. എനിക്കറിയാം, എന്തോന്ന്? മുത്തുകൃഷ്ണൻ അനി അവിടെയാണ് ജോലി ചെയ്യുന്നത്. എവിടെ? മൃതാബാദിന്. എടാ, അത് ഹൈദരാബാദ്. ചുമ്മാ അല്ല, നിന്നെ പോലുള്ള മണ്ടന്മാരുള്ളതുകൊണ്ടാണ് ഈ DDT പാർട്ടി ഇങ്ങനെ കിടക്കുന്നത്. അതിപ്പോ അറിഞ്ഞുള്ള വാടെ ഒന്ന് വാ. ശരി അപ്പം ക്ലീറ്റസ് വത്തായിക്കി. ഒന്ന് വാ റൊണാൾഡോ ഇങ്ങോട്ട്. എന്റെ പൊന്നു, എപ്പ പോയത്? ഇച്ചിരി നേരത്തെ പോണ്ടതായിരുന്നു. എന്തൊരു ജനം. ചേച്ചിയല്ലേ താമസിച്ചത്? എടി, നീ അറിയുമ്പോ തന്നെ നിനക്ക് വന്ന് പറയാൻ പാടില്ല. അറിയുമ്പോ തന്നെയാണ് ഞാൻ വന്ന് പറഞ്ഞത്. ആ, അപ്പൊ എനിക്ക് വീട്ടിലെ പണി കഴിക്കാതെ പോരാൻ പറ്റും. ഇനി എന്നിട്ട് ഇത് കൊണ്ടുവച്ചിട്ട് വേണം എനിക്ക് ഇനി പാർട്ടി പരിപാടിക്ക് പോകാൻ വേണ്ടി. എന്തായാലും നമുക്ക് പോയി കിട്ടി കുറെ സാധനങ്ങൾ കിട്ടി. എവിടെ പോയിട്ട് വന്ന? റേഷൻ കടയിൽ പോയിട്ട് വന്നതാ? ഇല്ല ഇല്ല, മാവേലി സ്റ്റോറില്. അത് ശരി. എവിടെ പോണേ? ചുമ്മാ ഇങ്ങോട്ട് വന്ന തന്നെ. റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കാണൂലെന്നാണ് നമ്മളൊക്കെ വിചാരിച്ചത്. വെളിയിലേക്ക് എന്താ വോട്ട് ചോദിച്ചു വരും, ജയിച്ചു കഴിയുമ്പോ പിന്നെ പുറത്തൊന്നും കാണാനും പറ്റൂല. ചേച്ചി ഇവിടെ തന്നെ ഉള്ള ആളല്ലേ? അയ്യോ, ഞാൻ ചുമ്മാ പറഞ്ഞു. പാടില്ല ചുമ. തന്നെ. എന്നാ പോട്ടെ. ഞാൻ ഒരു കാര്യം പറയണമായിരുന്നു. പറഞ്ഞു. ഒരു 2-2.5 വർഷത്തിന് മുമ്പ് എന്റെ ഇളയ പെങ്ങൾക്ക് വേണ്ടി ഒരു അപേക്ഷ ഞാൻ കൊടുത്തിരുന്നു, വീട്ടിന് വേണ്ടി. പഞ്ചായത്തിൽ സാറൊക്കെ ഇരുന്ന സമയത്ത് കൊടുത്തതാ. ഇന്നുവരെ ഒന്നും നടന്നിട്ട്. സംഘം വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്തു തരണോ? 2.5 കൊല്ലമായോ? 2-2.5 കൊല്ലമായി. എന്നാ പിന്നെ ഫണ്ട് ഉണ്ടാവില്ലായിരിക്കും മുരളിയണ്ണ, അതുകൊണ്ടായിരിക്കും. എന്തായാലും ഞാൻ നോക്കട്ടെ. എന്തായാലും വിചാരിച്ച് അത് ചെയ്തു തരണം. ചെയ്യാൻ പറ്റുന്നത് ചെയ്യണതിന് എന്താ കുഴപ്പം? അപ്പൊ എന്തായാലും ക്ലീറ്റസിന്റെ തോൽവി തങ്കത്തിന്റെ വിജയം അതൊരു വിജയം തന്നെയാണ്. എന്താ മുരളിച്ചേട്ടൻ അങ്ങനെ പറഞ്ഞത്? ക്ലീറ്റസിന്റെ ഉടായ്പൊക്കെ ഇവിടെ നാട്ടുകാർക്ക് മൊത്തം അറിഞ്ഞൂടെ. ആണോ? അപ്പൊ പിന്നെ അയാളെ കൊണ്ട് അത്രേ സാധിച്ചു. കനക സാറേ, ലില്ലിപ്പങ്ങളെ. കനക സാറല്ലേ? ഉണ്ടല്ലോ, എന്ത് പറ്റി? ആ, ഒന്ന് വിളിക്കൂ. ഏട്ടാ, അൻസാറൊക്കെ വിളിക്കുന്നു. എന്താ സാറേ? കനക സാറേ, റൊണാൾഡ് വിളിച്ചായിരുന്നോ? ഇല്ല. അതെ, റൊണാൾഡിനെയും മടരാനോട് പോലീസ് പിടിച്ചു. പോലീസ് പിടിച്ചാ? എന്താ കാര്യം?
അത് നമ്മുടെ രാജേന്ദ്ര സാറിന്റെ ബാറില്ലേ, നമ്മുടെ ജംഗ്ഷൻ ഇരിക്കുന്നു, ആ ബാറിന്റെ ബോർഡ് തകർത്തെന്ന് പറഞ്ഞു. ഞാനേ ഒന്ന് തമ്പാനൂർ വരെ പോയിരുന്നു. അപ്പൊ ഇവര് രണ്ടുകൂടെ സ്കൂട്ടറിൽ പോയിട്ട് വണ്ടി കൊണ്ടുവച്ച് ഇടിച്ചതാ. സ്കൂട്ടറിന് ബ്രേക്ക് കുറച്ച് കുറവായിരുന്നു. അവന്മാര് മനഃപൂർവ്വം ചെയ്തതല്ല. ആ പക്ഷെ അനുസാരം പ്രശ്നം വെച്ചാല് ഈ ബാർ അവിടെ പാടില്ല എന്ന് പറഞ്ഞ് നാട്ടുകാർ കുറെ പേര് സമരഞ്ജനുണ്ടായിരുന്നു. ഈ 2 ദിവസത്തിന് മുമ്പ് ആരോ അവിടെ ചില്ലുകൾ അടിച്ച് പൊട്ടിക്കുകയും ചെയ്തു. അപ്പൊ ഇവരാ കൂട്ടത്തിൽ നിന്ന് കരുതും. ആ ഇപ്പൊ അങ്ങനെ പറയുന്നുണ്ട് ഇവര് ആ കൂട്ടത്തിൽ പെട്ടവരാണ്. ഏട്ടാ ഒന്ന് ചെല്ലട്ടാ, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ സാറേ? ഇപ്പൊ ഞാനിപ്പോ അല്ല സാറിന്റെ പരിചയക്കാരല്ലേ അവിടെ ഇരിക്കുന്ന ഓഫീസേഴ്സ് ഒക്കെ, ഒന്ന് വിളിച്ചാൽ. അല്ലല്ല, അതിന്റെ പ്രശ്നം വെച്ചാല് ഇപ്പൊ ഈ ഇലക്ഷൻ ഡ്യൂട്ടി ആയ സമയത്തേടി ഓരോ ഓഫീസേഴ്സിന് ഓരോ സ്ഥലം മാറ്റി കൊടുത്തല്ലോ. അപ്പൊ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾ അത്ര നല്ലതല്ല, നമ്മള് അമ്പനും ബില്ലും അടുക്കാത്ത ആളാ. അല്ല അതിന് അവര് മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ, അത് പറയാമല്ലോ. ഈ രാജേന്ദ്രൻ സാറിന്റെ അടുത്ത കൂട്ടാണല്ലോ ക്ലീറ്റോ, അവനത് വിളിച്ചു പറയാൻ പറയാ. സംഭവമൊക്കെ ശരിയാണ്. ഇവര് ഫോൺ എടുത്താലേ പറ്റും. അപ്പക്കുട്ട സാറിനെ വിളിച്ച്, ക്ലീറ്റോയും വിളിച്ചു, മാറി വിളിച്ചു. അവര് മറ്റേ PP-യുടെ മോടെ കല്യാണത്തിന് നിൽക്കല്ലേ. പിന്നെ BP ഒതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ. ഇവന്മാരോട് ഒരു നോക്കൂ സാറേ. ഞാനൊരു കാര്യം ചെയ്യാം. അൻസാറ് ക്ലീറ്റസിനെ വിളിച്ചോണ്ടേ ഇരിക്കുക എടുക്കുന്നവരെ. ഞാൻ സ്റ്റേഷനിൽ വിളിച്ചു പറയാം. ശരി സാറ് നോക്ക്. ശരി ഞാൻ വിളിച്ചോളാം. വിളിക്കാം. ഏട്ടാ ഒന്ന് സ്റ്റേഷനിലോട്ട് വിളിക്കട്ടാ. ഞാൻ വിളിക്കാടി. ഞാനേ ഇച്ചിരി കിടന്ന് ഉറങ്ങട്ടെ. ഇപ്പൊ ഉറങ്ങി എഴുന്നേറ്റല്ലേ ഉള്ളേട്ടാ. ഓ നിങ്ങൾ എന്നെ ഉറങ്ങാൻ സമ്മതിച്ചായിരുന്നോ? കടയിൽ പോയിട്ട് ഇപ്പൊ ഒരു പറഞ്ഞ് ഞാൻ കാത്തിരുന്നു. ഞാൻ കിടന്ന് ഉറങ്ങട്ടെ, ഒരു 4 മണി വിളിച്ചാൽ മതി. മറ്റേ ഞാൻ വിളിച്ചോളാം. അല്ല ഏട്ടൻ ഒന്ന് വിളിക്കട്ടെ ഓ, ഞാൻ സ്റ്റേഷനിലോട്ട്. വിളിച്ചോളാം എന്ന് കിടന്നോ, ഓ. 4 മണിക്ക് വിളിക്കാം. മുത്തുലക്ഷ്മിയോ? ഹലോ, ആ മുത്തുലക്ഷ്മി ചേച്ചി. ഇല്ല പേടിക്കൊന്നും വേണ്ട. ഇല്ല കേസൊന്നും ആയിട്ടില്ല. അയ്യോ ടെൻഷൻ അടിക്കല്ലേ. ഏട്ടൻ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇല്ല ഏട്ടൻ ഇപ്പൊ ഇവിടെ ഉണ്ട്. ആഹാ അല്ല വിടും. പിന്നെ ഈ രാജേന്ദ്രൻ മുതലാളി എന്ന് പറഞ്ഞ ആളില്ലേ, അയാള് ക്ലീറ്റോ ചേട്ടന്റെയും പിന്നെ അപ്പുക്കുട്ട സാറൊക്കെയായിട്ടൊക്കെ ഭയങ്കര ഫ്രണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല. ടെൻഷൻ അടിക്കണ്ട കേട്ടാ. ഏട്ടൻ വേണ്ടത് ചെയ്തോളൂ. ശരി. എന്റെ ദൈവമേ. ഹലോ ക്ലീറ്റോ ചേട്ടാ, കേക്കുന്നുണ്ടാ? ഹലോ. അല്ല അതെ മറ്റേ റൊണാൾഡോ ചേച്ചന്റെ കാര്യം എന്തായി? ഒന്നാ അപ്പുക്കുട്ട സാറിനോട് പറയാൻ. ആ മുത്തുലക്ഷ്മി ചേച്ചിക്ക് വിളിച്ചോണ്ടിരിക്ക. ഹലോ. ഏതോ സ്ഥലത്ത് പോയി നിക്കണം. എന്തെങ്കിലുമൊക്കെ എന്താ അവന്റെ കാര്യം? എനിക്കറിയാമല്ല. ആ മുത്തുലക്ഷ്മി ചേച്ചി വിളിച്ചിട്ട് കരയാണ്. എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ. കൂട്ടണല്ലേ ചെയ്യട്ടെ. ചേച്ചി എവിടെ പോണു? ഞാൻ ഒന്ന് പാർട്ടി ഓഫീസ് വരെ. എന്തുപറ്റി പെട്ടെന്ന്? രാജിവെക്കാൻ പോവാ. എവിടെ പോ? രാജിവെക്കാൻ പോണെന്ന്. രാജിവെക്കാനാ? എന്തിന് ചേച്ചി? എന്തിനിപ്പോ രാജിവെക്കാൻ പോണത്? രാജിവെക്കണം. എന്താ കാര്യം എന്താന്ന്? ഞാൻ കൊറേ ആലോചിച്ചിട്ട് എടുത്ത തീരുമാനമാ. നീ കേട്ടതല്ലേ നാട്ടുകാര് പറയണത്? എന്ത്? നമ്മള് മാവലി സ്റ്റോർ പോയി കഴിഞ്ഞപ്പോ എന്താ പറഞ്ഞത്? എന്റെ പൊന്നിയേച്ചി അത് ബോധമില്ലാത്ത. തങ്കത്തിന്റെ ജയം ക്ലീറ്റോന്റെ തോൽവിയാന്ന്. ആ പാമ്പിടിച്ചവൻ അങ്ങനെ പറഞ്ഞാൽ ഞാൻ കേൾക്കണോ? ബോധമില്ലാത്ത ആണെങ്കിലും ഇങ്ങനെ തന്നെ ആൾക്കാർ പറയുന്നത്. എന്റെ പൊന്നിയേച്ചി ഈ രാജിവെക്കുന്നെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. ഇപ്പൊ ഇലക്ഷൻ അങ്ങ് കഴിഞ്ഞതല്ലേ ഉള്ളു. പിന്നെ ഈ നാട്ടുകാർ മുഴുവൻ പറയണത് ഞാൻ കേട്ടോണ്ടിരിക്കണോ? ഈ നാട്ടുകാർ പറയുന്നതനുസരിച്ചാണ് ചേച്ചി ജീവിക്കുന്നത് അല്ലല്ലോ. ഇപ്പൊ പണിതിരക്കാൻ നോക്ക്, പോയി ഡ്രസ്സൊക്കെ ഊരിട്ടെ. ഇല്ല ഞാൻ നല്ലോണം ആലോചിച്ചെടുത്ത തീരുമാനം. ഞാൻ പോയിട്ട് എന്റെ ചേച്ചി ഇതെങ്ങനെ ചേച്ചി ജയിച്ചത്? സത്യം ഞാൻ പോലും എനിക്ക് വോട്ട് ചെയ്തില്ല. എന്തിനാ എനിക്ക് വോട്ട് ചെയ്തതെന്നാവോ ആൾക്കാർ. എന്റെ കർത്താവ്, എന്തോരം ബുദ്ധിയും ബോധമുള്ളവരൊക്കെ ഇലക്ഷൻ നിന്നത്. അവരാരും ജയിപ്പ്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാനേ ഇതിനുള്ള മറുപടി രാജിവെച്ചിട്ട് തിരിച്ചു വന്നിട്ട് പറയാം. അവനെന്തേ? ആര്?
കനകൻ ഞാൻ വിളിക്കട്ടെ എന്ന് വേണ്ട പറയട്ടെ. വേണ്ട 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 നിന്നോട് മാത്രമേ ഞാൻ ഈ കാര്യം പറയുന്നുള്ളൂ. അവനെ വിളിച്ച് അവൻ കുറെ ഉപദേശിച്ചിട്ട് പോകും, എന്നെ കൊണ്ട് ചെയ്യാനും ചേച്ചി വെറുതെ മണ്ടത്തരം കാണിക്കല്ലേ ചേച്ചി. ഞാൻ ഇതിനെ പോയേക്കണേന്ന് നീ കനകനോട് പറയാൻ വേണ്ട. ഞാൻ പറയും. പറയണ്ട. എന്ത് ഇവിടെ എന്തൊക്കെയാണ് എന്റെ കർത്താവേ നടക്കണത്? ഏട്ടാ 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 എഴുന്നേക്ക്, 4 മണിയായി. എഴുന്നേറ്റേ. ആ എഴുന്നേറ്റുണ്ട്. മറ്റേ കാര്യം എന്തായാലും തിരക്കിക്കേ. എന്തുവാട്ടാ മറന്നുപോയാ? റൊണാൾഡോ ചേച്ചനെ നടരാൻ ചേട്ടന്റെ കാര്യം ഒന്ന് വിളിക്കേ. എന്നാ ഫോൺ. കുറച്ചുകൂടെ നേരത്തെ വിളിച്ചിട്ടാണ്. പിന്നെ ഏട്ടനല്ലേ പറഞ്ഞ 4 മണിക്ക് വിളിക്കാവുള്ളന്ന്. അത്യാവശ്യം ഉണ്ടെങ്കിൽ മറ്റേ അതെന്താ കാര്യം? അല്ല റൊണാൾഡിന്റെ ഒരു കാര്യം. ശരി. എന്തായി? ഒന്നും ആയില്ല. എന്റെ പൊന്നെ, ആ മുത്തുലക്ഷ്മി ചേച്ചിയാണ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെവിടെ കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുമ്പോഴാണ് ഈ സംഭവം അറിഞ്ഞതെന്ന്. ടെൻഷൻ അടിച്ച് വിളിച്ചുകൊണ്ടിരിക്കുക. ക്ലീറ്റോ ചേട്ടനെ വിളിച്ചിട്ട് ക്ലീറ്റോ ചേട്ടൻ എവിടെ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തൊക്കെ നിൽക്കുന്നു. ഏട്ടൻ ഇത് ഉറക്കപ്പിച്ചാണോ? അതിനിടയ്ക്ക് അടുത്തൊരു പ്രശ്നം കൂടെ ഉണ്ട്. മെമ്പർ സ്ഥാനം രാജിവെക്കാൻ പോയി. ക്ലീറ്റോ ചേട്ടൻ മിണ്ടുന്നില്ല. റൊണാൾഡോ ചേച്ചൻ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നാട്ടുകാർ കളിയാക്കുന്നു. എനിക്ക് ഇനി ഈ സ്ഥാനമൊന്നും വേണ്ടാന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. വിളിക്കൊന്നും വേണ്ട, ഇപ്പൊ രാജിവെച്ചിട്ടുണ്ടാവും. കുറെ നേരമായി പോയിട്ട്. ഞാൻ പറഞ്ഞു ഏട്ടനെ വിളിക്കുമെന്ന്. അപ്പൊ പറഞ്ഞു വേണ്ട, വിളിക്കേണ്ട, അവൻ വന്ന ഉപദേശിക്കുമെന്ന്. കാര്യം പറഞ്ഞാണ് ഉപദേശം എന്ന് പറഞ്ഞത്. എല്ലാവർക്കും കുറെ നേരമായി പോയിട്ട് ഇപ്പൊ രാജിവെച്ചിട്ടുണ്ടാവും. ഞാൻ മാക്സിമം പറഞ്ഞു ചേച്ചി അബദ്ധം കാണിക്കല്ലേ എന്ന്. ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം ഉണ്ടായിരുന്നു. അവര് രണ്ടുപേരും ഒന്ന് ഇറക്കാൻ നോക്ക്. ചായ വേണം ഏട്ടന്. എന്താ നീ എന്തോ പ്രവർത്തിക്കാനായിട്ട് ഒരുമ്പെട്ട് പോയെന്ന് പറഞ്ഞിട്ട് ചേച്ചി വന്നാ? എന്തായി? എന്താ രാജിവെച്ച? അല്ല അതിനല്ലേ ഇവിടുന്ന് പോയത്. ഇവരും വന്നാ? എങ്ങനെ ഇറങ്ങടാ? ഇവിടുന്ന് ഞാൻ ആ പാർട്ടി ഓഫീസ് വരെ പോയി. അവിടെ ആ പാർട്ടി ഓഫീസിലോട്ട് കാലെടുത്ത് വെക്കാൻ തുടങ്ങുമ്പോ ഒരു ഫോണ്. പറഞ്ഞു കൊടുക്കടാ ആരുടെ ഫോണാന്ന്. ഇനി അത് ഞാൻ പറയണോ? ഞങ്ങളെ രണ്ടുകൂടെ പോലീസുകാർ പിടിച്ച് സ്റ്റേഷനിൽ എത്തിയപ്പം ഒരു പോലീസുകാരൻ പറഞ്ഞ് മേളി പിടിപാടുള്ള ആരെങ്കിലും നിന്ന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ക്ലീറ്റോ മച്ചമ്പി വിളിച്ചപ്പം എടുത്തില്ല. നടരാജനും പിന്നെ അപ്പക്കുട്ട സാറിനെയും കുറെ വിളിച്ചു, എടുത്തില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരുന്നപ്പോൾ നടരാജനാ പറഞ്ഞ് വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനാ നമ്മൾ ഊര് കണ്ടി കിടക്കുന്നത്, ഒരു മെമ്പർ സ്വന്തമായിട്ടുണ്ടല്ലോ, മെമ്പറെ വിളിക്കുക. അങ്ങനെ പിന്നെ ഞാൻ തങ്കഞ്ചേട്ടത്തി വിളിച്ചു. തങ്കഞ്ചേട്ടത്തി വന്ന് കുറേ രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞ് ബന്ധപ്പെട്ട് ഞങ്ങൾ ആൾജാമ്യത്തിൽ വിട്ടു. ഓ, അപ്പൊ മൂർദാബാദ് വിളിച്ചവർക്ക് തന്നെ ചേച്ചിനെ കൊണ്ട് ആവശ്യം വന്ന്. ഒരു കാര്യം മനസ്സിലായടാ, കയ്യാലയ്ക്ക് അപ്പുറത്തുള്ള അപ്പുക്കുട്ടനേക്കാളും വിളിപ്പുറത്തുള്ള തങ്കമാണ് വലുതെന്ന്. അത് പിന്നെ രാഷ്ട്രീയപരമായ ശത്രുക്കളാണെങ്കിലും ബന്ധപരമായിട്ടുള്ള അന്തർധാര നീണ്ടു കിടക്കുമല്ലേ. അപ്പൊ അയ്യോ ദേ ആ പിന്നെ മുത്തുലക്ഷ്മി ചേച്ചിയൊക്കെ ഏതൊരു കല്യാണത്തിന് പോവാൻ നിൽക്കായിരുന്നു. ഇപ്പൊ അവര് പോയിട്ടുണ്ടാവും മധുരയില്. പോണില്ലേ ഇനി? അത് കുഴപ്പമില്ല, നാഗർകോവിൽ ചെന്നാ മതി. പിന്നെ അവിടെ നിന്ന് എനിക്ക് ഭാരത് ബന്ദ് കിട്ടും. ഭാരത് ബന്ദ് നേരിടാം, നല്ല സ്പീഡിൽ പോകുന്ന ട്രെയിന്. എന്തുവാടേ വന്ദേ ഭാരത്.